പാർലമെന്റിനകത്തും പുറത്തും കൃത്യമായും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ സമാനതകളില്ലാത്ത സമരം തുടരവെ എങ്ങനെയും അതിനെ ദുർബലപ്പെടുത്താൻ പരമാവധി വളഞ്ഞ വഴി ഉപയോഗിക്കുകയാണ് ബി. അതിനായാണ് രാഹുൽ ഗാന്ധിയെ നിർവീര്യമാക്കാൻ അദ്ദേഹത്തിനെതിരെ നിരവധിയായ കള്ളക്കേസുകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന ആലോചനയിലാണ് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറും അതാത് തലത്തിൽ ബി.ജെ.പിയെ പരമാവധി സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ ബി.ജെ.പിക്കുള്ളിൽ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഗഡ്കരി ശക്തമായി തന്നെ ബി.ജെ.പിയുടെ നയങ്ങളെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു. നരേന്ദ്രമോദിക്ക് മാത്രം പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അമിത്ഷായെപ്പോലുള്ള വ്യക്തികളെ സംരക്ഷിച്ചു പിടിക്കാൻ ബി.ജെ.പി എന്തിനാണ് ശ്രമിക്കുന്നത്? ബി.ജെ.പിയുടെ പിന്തുണയല്ല അമിത്ഷായെ ഇത്തരത്തിലൊരു ഏകാധിപത്യ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നത്. രാജ്നാഥ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പാലിക്കുന്ന സംനയനം പോലും അമിത്ഷായെപ്പോലെ താരതമ്യേന ജൂനിയറായ ഒരു വ്യക്തി പാലിക്കുന്നില്ല എന്നുള്ള ശക്തമായ വിയോജിപ്പ് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. നിരവധിയായ നിർണായക ബില്ലുകൾ അത് ജെ.പി.സിക്ക് വിടുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ബി.ജെ.പി മുഖവിലയ്ക്കെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ബി.ജെ.പിയുടെ അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ളത് മാത്രമല്ല, വാസ്തവത്തിൽ ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അവിശ്വാസ പ്രമേയം പാസാക്കിയെടുത്താൽ അത് മന്ത്രിസഭയുടെ രാജിയിലേക്ക് നയിക്കും. മോദി മന്ത്രിസഭ രാജിവെക്കാൻ എല്ലാ സാഹചര്യവും ഒത്തുവന്നിരിക്കുകയാണ് എന്ന് വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. നരേന്ദ്രമോദി മന്ത്രിസഭ 6 മാസത്തിനുള്ളിൽ രാജിവെക്കുമെന്ന അസാധാരണ പ്രഖ്യാപനം കൂടി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമ്പോഴാണ് ബി.ജെ.പിയിലെ എംപിമാർ വാസ്തവത്തിൽ മുന്നണി വിടാനുള്ള സംവിധാനത്തെപ്പറ്റി ആലോചനയിൽ വ്യാപൃതരാകുന്നത്. ബംഗാളിലുള്ള ഇപ്പോഴത്തെ 4 എംപിമാർ ബി.ജെ.പി വിട്ട് തൃണമൂലിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതും മധ്യപ്രദേശിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നതും ബി.ജെ.പിയെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം കൂടുതൽ ശക്തമാവുകയും ഭരണപക്ഷം ദുർബലമാവുകയും ചെയ്യുന്ന കാഴ്ച നരേന്ദ്രമോദിക്ക് വലിയ ആഘാതമായിരിക്കും ഉണ്ടാക്കുന്നത്. മന്ത്രിസഭ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായാൽ വീണ്ടും തെരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നത് മാറി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്.